ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു കൊഞ്ചി തീയലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടിയിലോട്ട് ഒരു അരമുറി തേങ്ങ ചിരകിത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തേങ്ങ നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടിയുടെ ചൂടൊന്ന് മാറാൻ വേണ്ടി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഈ പൊടി ഇട്ട് കൊടുത്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ കടായി എടുക്കണം. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് 2 പച്ചമുളക് നെടുകെ കയറിയതും ഒരു 10-12 ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇനി ചാറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി പിന്നെ ഇതിലോട്ട് കുറച്ച് പുളി പിഴിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് അടച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ കറിയൊക്കെ വറ്റി നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി കൊഞ്ച് തേയില റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.